കേരള സ്കൂൾ കലോത്സവം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രകടനങ്ങളും എല്ലാവരെയും അമ്പരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ എടുത്തു പറയാൻ നിരവധി പ്രകടനങ്ങളാണ് ഇന്ന് കേരള സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൽക്കളി ടീമാണ് ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു ചുവട് പിഴച്ചു കഴിഞ്ഞാൽ രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന ഒരു കലാരൂപമാണ് കോൽക്കളി. എല്ലാ കലാകാരന്മാരും അവരുടെ ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ ചുവട് ഉറപ്പിച്ചുകൊണ്ട് അവർ അവരുടെ മത്സരബുദ്ധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോലുകൊണ്ട് ആനടിക്കുമ്പോൾ ഒരു തട്ടോ മുട്ടോ മാറിക്കഴിഞ്ഞാൽ താളം തെറ്റും, ചുവട് പിഴയ്ക്കും, ചോരയുണ്ടാകും. അങ്ങനെയുള്ള ഒരു കലാരൂപമാണ് കോൽക്കളി. കേരള സ്കൂൾ കലോത്സവത്തിൽ അതിനെ ഗംഭീരമാക്കിയിരിക്കുന്നത് ഒരു വ്യത്യസ്ത രൂപത്തിലാണ്. കണ്ണുകൾ മൂടിക്കൊണ്ട് കറുത്ത തുണി കൊണ്ട് കണ്ണുകൾ കെട്ടി അവർ കോല് കളിച്ചു. ആ കളി ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് തറച്ചു കയറിയത്. അതിന് ഒരു വെറും കോൽക്കളിയുടെ മാത്രമായിട്ടുള്ള ആസ്വാദനം മാത്രമല്ല, ഇന്ന് ലോകത്തുണ്ടാകുന്ന യുദ്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം. പാലസ്തീൻ രാജ്യത്തിന് വേണ്ടി അനുകൂലിച്ചുകൊണ്ട് കോൽക്കളിയിൽ അവർ പ്രതിഷേധം അറിയിച്ചു. രാജ്യത്തിന്റെ യുദ്ധം ലോകത്തെ അന്ധകാരത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണുകൾ മൂടിക്കൊണ്ട് ആ കണ്ണിലെ ഇരുട്ട് നിറയുന്ന നമ്മുടെ ജനസമൂഹങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കലാകാരന്മാർ അവരുടെ കോൽക്കളി കളിച്ചു. എന്താണെങ്കിലും കേരള സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും കണ്ണുകൾ മൂടിക്കൊണ്ട് കോൽക്കളി കളിക്കുന്നത്. അത് ജനഹൃദയങ്ങളിലേക്ക് തറച്ചു കയറുക തന്നെ ചെയ്യും. പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുമ്പോഴും കേരള സ്കൂൾ കലോത്സവത്തിൽ ഇത്തരത്തിലുള്ള ഒരു വേറിട്ട പ്രതിഷേധം നമ്മൾക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അന്ധകാരം നിറച്ചുകൊണ്ട് പല നേതാക്കന്മാരും രാജ്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ അന്ധകാരത്തെ മാറ്റി ചോര ചിന്താതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ഈ കോൽക്കളി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും കണ്ണൂരിലുള്ള ചിറ്റൂർ GVHS സ്കൂളിലെ 12 കലാകാരന്മാരാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ കോൽക്കളി കളിച്ചത്. എന്താണെങ്കിലും അവർക്ക് സമ്മാനമോ അല്ലെങ്കിൽ അർഹിച്ച സ്ഥാനമോ അല്ല, ജനഹൃദയങ്ങളിലേക്ക് അവരുടെ ഇടിച്ചു കയറിയ ഒരു നല്ല കളിയാണ് നമുക്ക് സമ്മാനിച്ചത്. എന്താണെങ്കിലും അവരുടെ കഠിനാധ്വാനവും പരിശ്രമവും വിജയം കണ്ടിരിക്കുക തന്നെയാണ്. കാരണം നിരവധി ആളുകളാണ് ആ മത്സരം ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളും ഒന്നിനുണ്ട് വേറിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ ഈ മത്സരം നമുക്ക് ഒരു മാതൃക തന്നെയാണ്. എങ്ങനെയെല്ലാം പ്രതികരിക്കാം എന്നുള്ളതിന്റെ ഒരു മാതൃക തന്നെയാണിത്. കലാരൂപത്തിലൂടെ പ്രതികരിക്കാം എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെങ്കിലും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 12 കലാകാരന്മാർ അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് കോൽക്കളി കളിച്ചപ്പോൾ അത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ച കാണികളും അവരുണ്ടായി. അറിയിച്ച സമ്മാനം ലഭിക്കുകയോ ഇല്ലയോ അതൊന്നും കാരണമല്ല. എന്താണെങ്കിലും ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ പരിശ്രമത്തിന് തക്കതായ വിജയം തന്നെ അവർക്ക് ലഭിക്കും. എന്താണെങ്കിലും ഈ കൊച്ചു കുട്ടികളടങ്ങുന്ന കലാകാരന്മാർ വരെ പാലസ്തീനും ഇസ്രായേലും യുദ്ധത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഇനിയും മൗനത്തിലായിരിക്കുന്ന പല നേതാക്കന്മാരും നമ്മൾ ചുറ്റും. എന്താണെങ്കിലും അവരുടെ എല്ലാം കണ്ണു തുറക്കാൻ വേണ്ടി മൂടിക്കെട്ടിയ കണ്ണുകളിലൂടെ സ്റ്റേജിൽ ഗംഭീര പ്രകടനം നടത്തിയ 12 കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. കേരള സ്കൂൾ കലോത്സവത്തിൽ നിരവധിയായ ചരിത്ര നിമിഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ വേറിട്ട് നിൽക്കുന്ന ഒരു ചരിത്ര നിമിഷമാകാം ഇത്. കണ്ണുകൾ മൂടിക്കൊണ്ട് അവരുടെ കളികൾ ചുവട് ഒന്നൊന്നും തെറ്റാതെ അവർ നേരിട്ടത് വലിയൊരു യുദ്ധത്തിന്റെ മാതൃകയിൽ തന്നെയാണ്. എന്താണെങ്കിലും 12 കലാകാരന്മാർക്കും അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച കാണികൾക്കും ഈ യുദ്ധത്തിൽ അവസാനം വരുത്താൻ ശ്രമിക്കുന്ന പലർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ കയ്യടിയാണ് ആ ടീം നേടിയെടുക്കുന്നത്. എന്താണെങ്കിലും കലാകാരന്മാർക്ക് അനുമോദനങ്ങൾ.